തരൂർ ഇപ്പോൾ കോൺഗ്രസിൽ നിന്ന് പുറത്തായി നിൽക്കുകയാണ്. തരൂരിനെ പുറത്താക്കാനും വയ്യ, അകത്തോട് വലിച്ചിടാനും വയ്യാത്ത അവസ്ഥയിലാണ് കോൺഗ്രസ്. തരൂര് 24 മണിക്കൂറുണ്ടെങ്കിൽ അതിലൊരു പകുതി സമയം മുഴുവൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പുകഴ്ത്താനാണ് തരൂരിന്റെ സമയം. ഇതുകൊണ്ടാണ് കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി വന്നപ്പോൾ തരൂറിനെ മൈൻഡ് പോലും ചെയ്തില്ല. ഇതിന് ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ BJPയുടെ വലിയ വിജയം എന്ന് പറയുന്നത് ജനങ്ങൾ അവർക്ക് നൽകുന്ന ഒരു സ്വീകാര്യതയാണെന്നൊക്കെ പറയുന്നുണ്ട് തരൂര്. തീർച്ചയായിട്ടും ഇത്തരം ചില കാര്യങ്ങൾ അത് തരൂരിനെ കൂടുതൽ കോൺഗ്രസിൽ നിന്ന് അകറ്റുകയല്ലേ? തരൂർ പ്ലാൻ ചെയ്തതൊക്കെ മോദി വന്ന് നടപ്പിലാക്കി എന്നുള്ള രീതിയിൽ നമ്മളതിനെ കാണണ്ടേ? തീർച്ചയായിട്ടും. കാരണം ഇന്നലെ തിരുവനന്തപുരത്ത് പരിപാടിക്കകത്ത് അതിനകത്ത് രാഷ്ട്രീയ പരിപാടിക്കകത്ത് പോലും തരൂർ അല്ലെങ്കിൽ MP എന്നുള്ള നിലയിൽ പങ്കെടുത്ത് നമ്മൾ കണ്ടില്ല. അതൊരു പക്ഷേ പങ്കെടുപ്പിക്കാഞ്ഞതാണോ അല്ലെങ്കിൽ അദ്ദേഹം അതിന് താല്പര്യപ്പെടാഞ്ഞതാണോ എന്ന് അറിയത്തില്ല. ഏതായാലും അതൊരു ഒരു അഭാവം നമ്മൾ വിചാരിക്കും മോദിയുടെ കൂടെ പങ്കെടുക്കാഞ്ഞാണെന്ന്. അല്ല, മോദിയുടെ കൂടെ പൂർണ്ണമായിട്ടും അത് മോദി പരിപാടി എന്നുള്ള രീതിയിലേക്ക് ആക്കുന്നതിന് വേണ്ടി തരൂർ ശ്രമിച്ചതാണോ എന്ന് നമ്മൾ കരുതേണ്ടി വരും. കാരണം അതിനകത്ത് ഒരു ജനപ്രതിനിധി കോൺഗ്രസിൻ്റെ ഭാഗമായിട്ടുണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ആ തിരുവനന്തപുരത്തിൻ്റെ MP ഇവരിതൊക്കെ പറയുമ്പോഴും കോൺഗ്രസിൻ്റെ ഭാഗമായിട്ടും അതിൻ്റെ വികസനത്തിൻ്റെ ഭാഗമായിട്ടും വികസന പരിപാടികളുടെ ഉദ്ഘാടനത്തിന് MP ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അത് കോൺഗ്രസിൻ്റെ ഒരു സാന്നിധ്യമാണല്ലോ. അപ്പോൾ ഇന്നലെ പൂർണ്ണമായിട്ടും അവിടെ കണ്ടത് മുഖ്യമന്ത്രി എന്നുള്ളതിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എപ്പോഴും പ്രധാനമന്ത്രി വരുന്ന പരിപാടിക്കകത്ത് ഉണ്ടാകണം, അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഏത് പരിപാടിക്കകത്തും മുഖ്യമന്ത്രി വരുന്ന പ്രധാനമന്ത്രി ഉണ്ടാകും. അദ്ദേഹത്തെ ഒഴിവാക്കാൻ കഴിയുന്ന ഒരവസ്ഥയില്ല. മറിച്ച് മറ്റൊരു കോൺഗ്രസ്സുകാരനും തിരുവനന്തപുരത്ത് പ്രധാനമന്ത്രി വരുന്ന പരിപാടിയിൽ കോൺഗ്രസ്സുകാരൻ എന്ന രീതിയിൽ പങ്കെടുക്കാൻ ഒരിക്കലും പറ്റത്തില്ലല്ലോ. പ്രധാനമന്ത്രി ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിലില്ല. ആകെ ഉണ്ടായിരിക്കുന്നത് MP എന്നുള്ള രീതിയിൽ ശശി തരൂരല്ല പങ്കെടുക്കും. അത് അദ്ദേഹം കോൺഗ്രസ്സുകാരനായിട്ട് പോലും പങ്കെടുത്തില്ല. ഒരുപക്ഷേ ഇത് വല്ലാത്തൊരു മെസ്സേജ് ആയിരിക്കും. കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒരു മെസ്സേജ് കൊടുത്തു. കഴിഞ്ഞ ദിവസം ഇതേപോലെ ഇലക്ഷൻ പ്രചരണാർത്ഥമാണ് രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഇവിടെ വന്നത്. പഞ്ചായത്തോത്സവം അങ്ങനെ കണ്ടൊരു പരിപാടി, മഹാപഞ്ചായത്ത്. കാരണം പഞ്ചായത്തിൽ കൂടുതൽ ആൾക്കാരെ ജയിപ്പിച്ചെടുക്കുന്നതിനും അല്ലെങ്കിൽ ജനങ്ങൾ പഞ്ചായത്തിൽ UDFനെ അംഗീകരിച്ചതിനും വേണ്ടി അത്തരത്തിലൊരു ആഘോഷം എന്ന് പറഞ്ഞാൽ ആ ആഘോഷത്തിൻ്റെ ഉദ്ദേശം എന്നത് ഈ പറയുന്ന കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കമായിരുന്നു. ഇനിയും അദ്ദേഹം വീണ്ടും വരുന്നുണ്ട് തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണത്തിൻ്റെ ഫോളോ അപ്പ് എന്നുള്ള രീതിയിലാണ് എനിക്ക് തോന്നുന്നത്. അവരുടെ ജാഥയുണ്ട്, ആ ജാഥത്തിൻ്റെ സമാപനത്തിൽ പ്രതിപക്ഷ നേതാവ്. അപ്പോൾ അതേപോലെ തന്നെ ഉള്ള ഒരു പരിപാടിയായിരുന്നല്ലോ ഇന്നലെ ഇവിടെ. കാരണം ഈ പറഞ്ഞതുപോലെ 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിനകത്ത് അതിൻ്റെ മുന്നോടിയായിട്ട് അതിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം BJPയുടെ തുടക്കം കുറിച്ച് മോദിയാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ആ തെരഞ്ഞെടുപ്പ് പരിപാടിയുടെ തുടക്കം എന്നോളം അദ്ദേഹം ഇവിടെ വന്ന് വിവിധ വികസന പരിപാടികളൊക്കെ നടത്തി ഉദ്ഘാടനം ചെയ്തു. പാർട്ടി പരിപാടി എന്നുള്ള രീതിയിൽ പാർട്ടിയുടെ പുത്തരിക്കണ്ട മൈതാനത്തിൽ പാർട്ടിയുടെ പരിപാടിക്കകത്തും അദ്ദേഹം പങ്കെടുത്തു. അപ്പോൾ അതിനകത്താണ് ഈ പറഞ്ഞതുപോലെ 2 പാർട്ടികളെ നിശിതമായിട്ട് വിമർശിച്ചത്. പക്ഷെ മറ്റ് 2 വികസനത്തിൻ്റെ പരിപാടിക്കകത്ത് പോലും കോൺഗ്രസിൻ്റെ ഒരു തരി പോലുമില്ല കണ്ടുപിടിക്കാൻ എന്ന് പറഞ്ഞ ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചത് തരൂരാണ്. ഞാൻ ഈ പറഞ്ഞു വന്നത് തരൂർ കഴിഞ്ഞ ദിവസം ഈ പറഞ്ഞതുപോലെ ഞാൻ കോൺഗ്രസ്സാണ്, ഇപ്പോഴും പറഞ്ഞത് ഞാൻ കോൺഗ്രസ്സാണ്, ഞാൻ മാത്രമാണ് കോൺഗ്രസ് എന്നുള്ള രീതിയിലേക്കാണ് അദ്ദേഹത്തിൻ്റെ മെസ്സേജ് വരുന്നത്. കാരണം അതായത് ഒരു കോൺഗ്രസ്സുകാരൻ അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ വ്യക്താവെന്ന് അവകാശപ്പെടുന്ന കോൺഗ്രസ്സുകാരൻ, അല്ലെങ്കിൽ ഇന്ത്യയെ ഈ രീതിയിൽ പടുത്തുയർത്തിയെന്ന് അവകാശപ്പെടുന്ന കോൺഗ്രസ്സുകാരൻ, ഒരു മതേതര ജനാധിപത്യ സംവിധാനം മാത്രം ഈ പറയുന്നത് പോലെ ആ കാഴ്ചപ്പാടിൽ മാത്രം നിൽക്കുന്ന എന്ന് പറയുന്ന കോൺഗ്രസ്സുകാരൻ, ചേര നയമാണ് ഞങ്ങളുടെ നയം എന്ന് പറയുന്ന കോൺഗ്രസ്സുകാരൻ, ഇതൊന്നുമല്ല കോൺഗ്രസ് എന്ന് പറഞ്ഞുള്ള രീതിയിലേക്ക് പലവട്ടം പറയുകയും ഞാൻ മാത്രമാണ് കോൺഗ്രസ്, എനിക്കൊരിക്കലും കോൺഗ്രസ്സുകാരനല്ലാതാവാൻ പറ്റത്തില്ല, അതുകൊണ്ട് കോൺഗ്രസിൽ നിൽക്കുന്നു, അതുകൊണ്ട് വ്യതിചലിച്ചു പോകുന്ന കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെ, ഒരുപക്ഷെ പ്രതിപക്ഷ നേതാവിനെ ഉൾപ്പെടെ ഉള്ളവരെ തിരുത്തുന്നതിന് വേണ്ടി ഞാൻ എടുക്കുന്ന അല്ലെങ്കിൽ എൻ്റെ നടപടികൾ അത്തരത്തിലുള്ള നടപടികളാണ്. ഞാൻ കോൺഗ്രസ് വിടുന്ന പരിപാടിയില്ല, കോൺഗ്രസിനകത്ത് ഇദ്ദേഹത്തിനെ പുറത്താക്കാൻ കോൺഗ്രസിനും പറ്റത്തില്ല. ആ രീതിയിലേക്ക് വരുമ്പോഴാണ് ഈ വീണ്ടും ഏറ്റവും പ്രതിസന്ധിയുള്ള ഒരു സമയത്ത് ഈ പറയുന്ന 2026 പിടിച്ചു നിൽക്കാൻ കോൺഗ്രസിന് ഏക തുരുത്തായ കേരളം മാറുമ്പോൾ ആ കേരളത്തിൽ അധികാരത്തിൽ വരുന്നതിന് വേണ്ടി ഈ 3 മുന്നണികളും ഒന്നിച്ച് മത്സരിക്കുന്ന അവസരത്തിലാണ് പ്രധാനപ്പെട്ട ഒരു നേതാവ് ഈ പറഞ്ഞ കേരളം ശ്രദ്ധിക്കുന്നത്, ഇന്ത്യ ശ്രദ്ധിക്കുന്നത്, ദേശീയ ലെവൽ ശ്രദ്ധിക്കുന്ന ആൾ അദ്ദേഹം കോൺഗ്രസിൻ്റെ കൂടെ പോയി കഴിഞ്ഞ ദിവസം ഇതിൻ്റെ പ്രചരണമായിട്ട് ക്യാമ്പിൽ പോയി സംസാരിച്ചു. അതിനുശേഷം കഴിഞ്ഞ ദിവസം ഇലക്ഷൻ പ്രചരണാർത്ഥം
ഈ പറയുന്ന പ്രതിപക്ഷ നേതാവ് ഇവിടെ വന്ന പരിപാടിയിൽ വേണ്ട പരിഗണന പുള്ളിക്ക് കിട്ടിയില്ല. ഒരു പരിധിവരെ ശരിയാ. പുള്ളിയുടെ പേര് പോലും പറഞ്ഞിട്ടില്ല. പുള്ളിയെ പ്രസംഗത്തിൽ ഉൾപ്പെടുത്തിയെന്ന് പറഞ്ഞാൽ പൈലറ്റ് വാഹനം, കാരണം ആളിനെ കൂട്ടാനുള്ള പരിപാടി. ഈ പ്രധാനപ്പെട്ട ആൾ വരുമ്പോഴത്തേനും വർക്കിംഗ് കമ്മിറ്റി അംഗത്തിൻ്റെ സ്റ്റേജിൽ പോലും സീറ്റില്ലാത്ത അവസ്ഥ. ഒരുപക്ഷെ നമ്മളെല്ലാം ഫോട്ടോ ഈ കൂടി പരിശോധിക്കുമ്പോൾ അദ്ദേഹത്തെ പരിഗണിക്കുന്ന പോലും പ്രധാനപ്പെട്ട ആൾക്കാരുടെ പേര് വായിക്കുമ്പോൾ നോക്കി വായിക്കേണ്ടതായിട്ടുള്ള ആദ്യം പറയാൻ പറ്റുന്ന പേര് ഇദ്ദേഹത്തിൻ്റെയാണ്. അതോടുകൂടി വീണ്ടും അദ്ദേഹം ഈ പറയുന്ന കോൺഗ്രസിനോട് കലഹിക്കുന്നു. ഇന്നലെ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ മീറ്റിംഗ് ആയിട്ടുള്ള ഈ ഒരുപക്ഷെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുമ്പോൾ തന്നെ ഏറ്റവും സൂക്ഷ്മമായിട്ട് അല്ലെങ്കിൽ ഏറ്റവും കൃത്യമായിട്ട് തീരുമാനിച്ചാലേ ജയിക്കുന്ന ഒരവസ്ഥകൾ. ആ ചർച്ചയിൽ പോലും ശശി തരൂർ പങ്കെടുക്കുന്നില്ല. അത് കൃത്യമായ ഒരു മെസ്സേജ് അദ്ദേഹം ഇവിടെ കൊടുത്തിരിക്കുന്നു. ഒരുപക്ഷെ പറയുന്നത് ശരിയാണോ എന്നറിയത്തില്ല. കഴിഞ്ഞ ദിവസം അദ്ദേഹം ഇവിടെ വന്ന് രാഷ്ട്രീയം പറഞ്ഞപ്പോൾ ഇവിടുത്തെ മാവോയിസ്റ്റുകൾക്കും അല്ലെങ്കിൽ മുസ്ലിം ലീഗിനും ഒപ്പമാണ് കോൺഗ്രസ്. മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ വർഗീയതയുടെ അങ്ങേയറ്റമാണ്. അതിനപ്പുറം ഇന്ത്യയിൽ വർഗീയത പ്രചരിപ്പിക്കാൻ നിൽക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്നുള്ള രീതിയിലുള്ള ഒരു പ്രചരണം വന്നു. ആ വർഗീയ പാർട്ടികളുടെ വക്താവാണ് അല്ലെങ്കിൽ അത്തരത്തിൽ അവർക്ക് മാത്രം താല്പര്യമുള്ള ആളാണ് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് എന്നുള്ള വർത്തമാനം മോദിയും തരൂരും ആലോചിച്ച്, ഒരുപക്ഷെ മോദി വരുമ്പോൾ തരൂർ അദ്ദേഹത്തെ ഫോണിൽ വിളിച്ചാണ്. ഫോണിൽ വിളിച്ചാൽ സംസാരിക്കാൻ പറ്റുന്നതും അല്ലെങ്കിൽ അത്തരം തിരുവനന്തപുരത്ത് വരുമ്പോൾ തിരിച്ച് തരൂർ എവിടെയുണ്ട് എങ്ങനെയുണ്ടെന്ന് ലോഹ്യം ചോദിക്കുന്നതുമായിട്ടുള്ള ഒരു സ്വഭാവം ഉള്ള ആളാണല്ലോ ഈ പറയുന്ന നരേന്ദ്രമോദി. സംസാരിച്ചിട്ടുണ്ട്. ഈ ഒരു വർത്തമാനം ഇന്ത്യയിലെങ്കും സാധ്യതയില്ലാത്തിടത്ത് അല്ലെങ്കിൽ ഇത്തരത്തിൽ കോൺഗ്രസ് ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് വർഗീയതയ്ക്ക് എത്ര അളവിൽ കാര്യമുണ്ട് എന്ന് ബീഹാറിൽ സംസാരിച്ചതുപോലെയും ഒരുപക്ഷെ ആസാമിൽ സംസാരിച്ചതുപോലെയും മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ വർഗീയ പാർട്ടി ഉള്ളിടത്ത് മാത്രം നിന്നാൽ ജയിക്കുന്ന ഒരു പാർട്ടിയായിട്ട്, അത്തരത്തിലൊരു പാർട്ടിയായിട്ട് കോൺഗ്രസ് മാറണം. അതിന് മാറ്റം വരുത്തണമെന്നുള്ള വർത്തമാനമാണ് ഇന്നലെ മോദിയുടെ പറഞ്ഞത്. അതായത് വർഗീയ പാർട്ടിയുടെ വക്താവ്, മുസ്ലിം ലീഗിൻ്റെ വക്താവായിട്ട് ഉള്ള, അതുകൊണ്ടാണ് ഒരുപക്ഷെ ജയിക്കണമെങ്കിൽ കേരളത്തിൽ വരണം, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ജയിക്കണമെങ്കിൽ കേരളത്തിൽ വരണം പ്രിയങ്ക ഗാന്ധിക്ക് എന്നുള്ളൊരു സന്ദേശം കൂടിയാണ് കൊടുത്തിരിക്കുന്നത്. മോദി വരുന്നതിന് മുമ്പ് ഈ പറയുന്ന ശശി തരൂരുമായിട്ട് ഒരു സംസാരം അല്ലെങ്കിൽ അത്തരത്തിലൊരു ഫോൺ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ സംസാരം ഉണ്ടായിരുന്നു. ആ തിരുവനന്തപുരത്തെ മോദി അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, മോദിയല്ല തരൂർ അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, ഈ തദ്ദേശ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ കോർപ്പറേഷൻ ഒരുപക്ഷെ BJP കിട്ടിയപ്പോൾ അനിവാര്യമായ രീതിയിലേക്ക് തിരുവനന്തപുരം നീങ്ങുന്നു എന്ന് കോൺഗ്രസിൻ്റെ ഒരു MP പറയണമെങ്കിൽ, ഇനിയും തിരുവനന്തപുരത്തിൽ നമുക്ക് വികസനം പ്രതീക്ഷിക്കാം എന്ന് കോൺഗ്രസിൻ്റെ ഒരു MP പറയണമെങ്കിൽ, ഇതുവരെ ഇല്ലാത്ത, അതായത് BJP വന്നാൽ മാത്രം നടക്കുന്ന ചില കാര്യങ്ങൾ ഒരുപക്ഷെ ഇന്ത്യയിലുടനീളമുണ്ട്. അത് കേരളത്തിലും സാധ്യമാക്കണമെങ്കിൽ BJP വരണം. അതായത് കോൺഗ്രസിൻ്റെ ആളെന്ന് പറയുന്ന തരൂർ അത് പറയണമെങ്കിൽ അതിനകത്ത് ഒത്തിരി അർത്ഥമുണ്ട്. അപ്പോൾ ആ ഒരവസ്ഥയിലേക്ക് ഒരുപക്ഷെ തിരുവനന്തപുരത്തെയും കേരളത്തെയും കൊണ്ടുപോകാൻ നരേന്ദ്രമോദി വരുമ്പോൾ ആ നരേന്ദ്രമോദിയുടെ വരവിനകത്തും സംസാരത്തിനകത്തും പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് എന്തൊക്കെ വേണമെന്ന് ഒരുപക്ഷെ തരൂരിൻ്റെ ഒരു ഉപദേശം, അതിൻ്റെ ഉപദേശത്തിൻ്റെ ആവശ്യം മോദിക്കില്ല, എന്നാലും ഒരു ലോഹ്യമായ സംസാരമെങ്കിലും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ തരൂരിനെ ഫോണിൽ വിളിച്ചു മോദി എന്ന് വേണം കരുതാൻ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.